ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും മെച്ചപ്പെട്ടിട്ട് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതിനു മുമ്പായി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആക്ടിവിറ്റി 1 നോക്കൂ മക്കളെ. എന്താണ് ആക്ടിവിറ്റി 1? ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. നമുക്ക് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു പൂച്ചക്കുട്ടി അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് കേട്ടോ പറയുന്നത്. ടിങ്കു ദ കാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ റോക്ക്. ടിങ്കു എന്ന് പറഞ്ഞ പൂച്ച ഒരു പാറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹി ഈസ് വാച്ചിങ് ദ മോർണിംഗ് സ്കൈ. മോർണിംഗ് സ്കൈ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ ടിങ്കു. വാട്ട് ഡസ് ഹി സീ ദർ? എന്തൊക്കെയായിരിക്കും അപ്പോൾ അവൻ ആകാശത്ത് അവിടേക്ക് കണ്ടിട്ടുണ്ടാവുക? റൈറ്റ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. താഴെ നമുക്ക് ഒരുപാട് സ്പേസ് തന്നിട്ടുണ്ട്, അതിൽ എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ നോക്കൂ. ടിങ്കു ഈസ് ലുക്കിംഗ് അറ്റ് ദ ഡാഷ് സ്കൈ. ഏത് സ്കൈ ആണ്? മോർണിംഗ് സ്കൈ ആണ് അല്ലേ. സെക്കൻഡ് നോക്കൂ. ദ ഡാഷ് ആർ ഫ്ലൈയിങ്. ആരാ മക്കളെ പറക്കുന്നത്? ബേർഡ്സ് ആയിരിക്കും അല്ലേ. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ്. മൂന്നാമത്തെ നോക്കൂ. there are some ഡാഷ് ഇൻ ദ സ്കൈ. ആകാശത്ത് പിന്നെ എന്തൊക്കെയുണ്ട്? സം, കുറച്ച് എന്തെല്ലാം ഉണ്ടാവും? മേഘങ്ങൾ ഉണ്ടാവും അല്ലേ. സം ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. ഇനി നോക്കൂ, 2 പോയിന്റ് കൂടി ഉണ്ട് അല്ലേ എഴുതാൻ. അത് നമ്മളോട് ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത് കേട്ടോ. മറ്റെന്തെല്ലാം കാര്യങ്ങൾ മക്കൾ അവിടെ കാണുന്നുണ്ട്? ആകാശത്തിന് വേറെ ആരാ ഉള്ളത്? സൂര്യനുണ്ട് അല്ലേ. സണ്ണുണ്ട്. സൺ എങ്ങനെയാ നിൽക്കുന്നത്? പ്രഭാത സൂര്യനാണ്, നല്ല പ്രകാശം ഉണ്ടാവും അല്ലേ. അപ്പൊ എന്താ എഴുതാം നമ്മൾ? ദ സൺ ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി. നന്നായി തിളങ്ങുന്നുണ്ട് സൂര്യൻ. അടുത്ത് നോക്കൂ, വേറെ എന്തെല്ലാം മക്കൾ അവിടെ കാണുന്നുണ്ട്? മരങ്ങളുണ്ടല്ലേ. അതെന്താ എങ്ങനെ എഴുതാ? ദർ ആർ സം ട്രീസ് നിയർ ബൈ. അതിനടുത്തായിട്ട് കുറച്ച് മരങ്ങളുണ്ട്. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. കോൺവേഴ്സേഷൻ. നമ്മളോട് കോൺവേഴ്സേഷൻ ഫില്ല് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ലക്കി മെറ്റ് എബി ഹിസ് ഫ്രണ്ട്. ലക്കി ആരെ കണ്ടുമുട്ടി? അവൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള എബിയെ കണ്ടുമുട്ടി. എബി സോ ദ ട്രഷർ. എബി ആ ട്രഷർ കണ്ടു. കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ എബി ആൻഡ് ലക്കി. ലക്കിയും എബിയും തമ്മിലുള്ള കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത് ഏത് ചാപ്റ്ററിലേതാണ് മക്കളെ? സ്റ്റാർ ഇൻ ദ ജാർ എന്നുള്ള ചാപ്റ്ററിലേതാണല്ലേ. നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. എബി നോക്കൂ. വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? എന്താ നിന്റെ കയ്യിൽ? അപ്പൊ ലക്കി എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഇത് നിധിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഇറ്റ് ഈസ് എ ട്രഷർ. ഇതൊരു നിധിയാണ്. അപ്പൊ എബി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? നിനക്ക് എവിടെ നിന്നാ അത് കിട്ടിയത്? ലക്കിക്ക് എവിടെ നിന്നായിരുന്നു മക്കളെ കിട്ടിയിട്ടുണ്ടായിരുന്നത്? അതെ, പൂന്തോട്ടത്തിൽ നിന്നായിരുന്നു അല്ലേ കിട്ടിയിരുന്നത്. അപ്പൊ എന്ത് എഴുതും? ഐ ഗോട്ട് ഇറ്റ് ഫ്രം മൈ ഗാർഡൻ. എൻ്റെ ഗാർഡനിൽ നിന്നാണ്, എൻ്റെ പൂന്തോട്ടത്തിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. എബി എന്ത് ചോദിച്ചു? ഈസ് ദിസ് യുവർ ടോയ്? നിന്റെ കളിപ്പാട്ടമാണോ ഇത്? അപ്പൊ ലക്കി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അല്ലല്ലോ, അത് ലക്കിയുടെ കളിപ്പാട്ടം അല്ല അല്ലേ. ലക്കി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നോ നോ, ഇറ്റ് ഈസ് എ റിയൽ സ്റ്റാർ. അല്ലല്ല, ഇതൊരു റിയൽ സ്റ്റാർ ആണ്, യഥാർത്ഥത്തിൽ നക്ഷത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 3 ഡയറി. ഡയറി എഴുതാനാണ് ഇനി നമ്മളോട് പറയുന്നത്. ഡാനി റോഡ് ഇൻ ഹിസ് ഡയറി അബൌട്ട് ഹിസ് ഫ്ലൈറ്റ് ഓൺ റോബോസ് ബാക്ക് ആൻഡ് സെയിലിംഗ് ഇൻ ദ സീ. ഹൗ വുഡ് ബി ഹിസ് ഡയറി? അപ്പം ആരുടെ ഡയറി എഴുതാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? റോബോയുടെ ഡയറി എഴുതാനാട്ടോ. റോബോ ആൻഡ് ഫ്രണ്ട്സിലെ ഡാനിയുടെ ഡയറി കേട്ടോ. റോബോയുടെ അല്ല, ഡാനിയുടെ ഡയറി എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡാനിയും റോബോയും കൂടി അന്ന് എന്താ ചെയ്തേ? ഡാനി റോബോയുടെ പുറത്തിരുന്ന് പറന്നു, അതുപോലെ കടലിലൂടെ യാത്ര ചെയ്തു അല്ലേ. അതെല്ലാം അവൻ്റെ ഡയറിയിൽ അവൻ എഴുതി. അപ്പം എങ്ങനെയായിരിക്കും അവൻ്റെ ഡയറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ ആദ്യം എന്തൊക്കെ വേണം മക്കളെ? പ്രധാനമായിട്ട് ഒരു ബോർഡർ വരയ്ക്കണം, പിന്നെ ഡേറ്റും ദിവസവും ഡേയും വേണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റും ഡേയും എഴുതാം. എന്നിട്ടൊരു കോളൊക്കെ വരച്ച് നമുക്ക് എഴുതാൻ തുടങ്ങാം. 1/3/2026 സൺഡേ. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. ഐ ഫ്ലൂ ഹൈ ഓൺ റോബോസ് ബാക്ക്. റോബോയുടെ പുറത്തിരുന്ന് ഞാനിന്ന് ഒരുപാട് ഉയരത്തിൽ പറന്നു. ഐ സോ ബേർഡ്സ് ആൻഡ് ട്രീസ്. മരങ്ങളും കിളികളും ഒക്കെ കണ്ടു. ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. സൂര്യൻ വലിയ ചുവന്നൊരു ബോൾ പോലെയായിരുന്നു.
The clouds were orange and the river was looked like a blue ribbon. മേഘങ്ങൾ ഓറഞ്ച് നിറത്തിലായിരുന്നു, പുഴ ഒരു ബ്ലൂ റിബൺ പോലെയായിരുന്നു കാണുന്നത്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഞാനത് ഒരുപാട് ആസ്വദിച്ചു. ആൻഡ് ഓൾസോ ഐ സോ ദ ബിഗ് ബ്ലൂ സീ. ഞാൻ അവിടെ വലിയ കടലും കണ്ടു, നീല കടലും കണ്ടു. ദെൻ ഐ വെന്റ് സെയിലിംഗ് ഇൻ എ ബോട്ട്. പിന്നെ ഞാൻ എന്താ ചെയ്തേ, ആ ബോട്ടിൽ കടലിലൂടെ സഞ്ചരിച്ചു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ദാറ്റ് ഐ ഫ്ലൂ ആൻഡ് ട്രാവൽഡ് ബൈ ബോട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പറക്കുന്നതും ബോട്ടിലൂടെ യാത്ര ചെയ്യുന്നതും. ഐ ഹാഡ് സോ മച്ച് ഫൺ. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ ലഭിച്ചു, അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് ഞാൻ ആഘോഷിച്ചു ഇന്ന്. അപ്പം ഇങ്ങനെയാണ് എന്ത് ഒരു ഡയറി എഴുതേണ്ടത് കേട്ടോ. ഡേറ്റ് എഴുതാനും ഡേ എഴുതാനും ബോക്സ് വരയ്ക്കാനും മക്കൾ മറക്കല്ലേ. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 4 റിഡിൽ. റീഡ് ദ റിഡിൽസ് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. നമുക്കവിടെ താഴെ ഒരുപാട് റിഡിൽസ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാനാണ് പറയുന്നത് കേട്ടോ. മേക്ക് എ റിഡിൽ ഓൺ ദ ഗിവൺ പിക്ചർ. താഴെ തന്നിരിക്കുന്ന ഒരു പിക്ചറിന് ഒരു റിഡിൽ എഴുതും വേണം. ഓക്കെ, ഫസ്റ്റ് റിഡിൽ നോക്കൂ. വാട്ട് ക്യാൻ ബി യൂസ്ഡ് അൺടിൽ ഇറ്റ്സ് ബ്രോക്കൺ. പൊട്ടുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനം എന്താണ്? അത് പൊട്ടിയാൽ നമുക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ. എന്തായിരിക്കും അത്? എഗ്ഗാണ്. മുട്ട പൊട്ടിച്ചിട്ടല്ല നമ്മൾ ഓംലെറ്റും അതുപോലെ ബുൾസയൊക്കെ ഉണ്ടാക്കാറല്ലേ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ബേർഡ് ബട്ട് ഇറ്റ് കാൺ ഫ്ലൈ. ഇതൊരു പക്ഷിയാണ്, പക്ഷേ ഇതിന് പറക്കാൻ വേണ്ടി കഴിയില്ല. ഏത് പക്ഷിക്കാണ് പറക്കാൻ കഴിയാത്തത്? പെൻഗ്വിൻ ആണല്ലേ. തേർഡ് വൺ നോക്കൂ. വാട്ട് ഹാസ് എ ഹെഡ് ആൻഡ് ടെയിൽ ബട്ട് നോ ബോഡി. ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്, തലയുണ്ട് വാലും ഉണ്ട്, പക്ഷേ അതിന് ബോഡി ഇല്ല. ഏതായിരിക്കും അത്? കോയിനാണ് കേട്ടോ, നമ്മുടെ നാണയം കോയിന്. അതിന് ഹെഡും ടെയിലും ഇല്ലേ. നെക്സ്റ്റ് നമുക്കൊരു പിക്ചർ തന്നിട്ടുള്ളത് ഫാനിൻ്റെ പിക്ചറാണ്. ഫാനിന് എന്ത് റിഡിലാ മക്കളെ എഴുതാം? യെസ്, ഐ ഹാവ് 3 ലീവ്സ് ബട്ട് ഐ ആം നോട്ട് എ ട്രീ. എനിക്ക് 3 ലീവ്സ് ഉണ്ട്, പക്ഷെ ഞാൻ എന്തല്ല, ഒരു മരമല്ല. എന്താണത്? ഫാനാണല്ലേ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 5 ക്രോസ് വേർഡ് പസിൽ. നമുക്കവിടെ താഴെ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതെല്ലാം ആൻസർ കണ്ടുപിടിച്ച് ആ പസിലിൽ എഴുതാൻ കേട്ടോ. ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് റൂംസ് ഫ്രം ക്ലൂസ് ഗിവൺ ബിലോ. റൂമുകൾ ഏതെല്ലാമാണ്? നമ്മളൊരു വീടുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഒരുപാട് റൂമുകൾ ഉണ്ടാവും അല്ലേ. ബെഡ്റൂം, ലിവിങ് റൂം, കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ താഴെ ഓരോരോ ക്ലൂകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഏത് റൂമാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ആ പസിൽ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. അക്രോസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. റൂം ടു കുക്ക്. കുക്ക് ചെയ്യാനുള്ള റൂം ഏതാണ്? 1 എന്നാണ് എഴുതിയിട്ടുള്ളത്. 1ൽ ഫസ്റ്റ് ലെറ്റർ ഏതാ മക്കളെ? കെ ആണ്. നമ്മൾ പാചകം ചെയ്യുന്ന റൂം ഏതാണ്? കിച്ചൺ ആണല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കിച്ചൺ എന്ന് എഴുതാം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. റൂം ടു സ്റ്റോർ തിങ്സ്. എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന, എല്ലാം എടുത്ത് വെക്കുന്ന റൂം ഏതാണ്? അതിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരം, സ്റ്റോർ റൂമാണ്. അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതി അവിടെ സ്റ്റോർ റൂം എന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡൗൺ ആണ്. ഇനി താഴേക്കാട്ടോ എഴുതേണ്ടത്. പ്ലേസ് ടു ടേക്ക് ബാത്ത്. കുളിക്കാനുള്ള റൂം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 4ാമത്തെ നോക്കൂ. ഏതായിരിക്കും കുളിക്കുന്ന റൂം? ബാത്റൂം ആണല്ലേ. അപ്പോൾ ബാത്റൂം എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. റൂം ടു വെൽക്കം ഗസ്റ്റ്. ഗസ്റ്റുകളെയൊക്കെ വെൽക്കം ചെയ്യുന്ന റൂം ഏതാണ്? ഫസ്റ്റ് ലെറ്റർ ഡി എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏത് റൂമാ മക്കളെ? ഡ്രോയിങ് റൂം ആണല്ലേ. അവസാനത്തെ നോക്ക്. റൂം ടു സ്ലീപ്പ്. ഉറങ്ങാനുള്ള റൂം ഏതാണ്? ബെഡ്റൂം ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്